ആദർശം അമാനത്താണ് എന്ന ഈ വളരെ സുന്ദരമായ പ്രമേയം കേൾക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഉറക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അവരൊക്കെ കാത്തിരിക്കുന്നത് ഈ ഫെബ്രുവരിയോടുകൂടെ ഈ ക്യാമ്പയിൻ അവസാനിച്ചാൽ ഒന്ന് സുഖമായി ഉറങ്ങാമെന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ഇനി ഉറങ്ങണമെങ്കിൽ ഉറക്ക് ഗുളിക കുടിക്കേണ്ടി വരും. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രമേയം ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രം ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇനി SKSSF മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 14 കീഴ്ഘടകങ്ങളും ഇവിടെ ഈ നാടായ നാടൊട്ടുക്കെ അടുത്ത 2026 ഫെബ്രുവരി 8-ാം തീയതി വരെ ആദർശത്തിന്റെ അതിശക്തമായ പ്രഘോഷണങ്ങളും പ്രഭാഷണങ്ങളും ആദർശത്തിന്റെ ദഅവത്തും നടത്തിക്കൊണ്ടേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയൂല. ഇത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ അവരാൽ സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമാണ്. ശൈഖുനാ ശംസുൽ ഉലമ പറയാറുണ്ട്, ഇത് ലക്ഷക്കണക്കിന് ഔലിയാക്കളുടെ വഴിയാ സമസ്ത. ഇത് ഖബൂലിയത്തുള്ള പ്രസ്ഥാനമാണ്. ഇത് ഇലാഹിയായ തൗഫീഖുള്ള പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ് എന്നത് കേവലം ഒരു വിശ്വാസമല്ല, അത് അനുഭവങ്ങളാണ്. ഇത് ഏതെങ്കിലും തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും വലയത്തിൽ പെട്ടുപോയ ഒരു പ്രസ്ഥാനമാണെന്ന് ആരും മനസ്സിലാക്കണ്ട. ഓരോ ദിവസം കഴിയുന്തോറും അത് ഈ ഉമ്മത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് വിശുദ്ധമായ ഒരു ആദർശ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം സ്ഥാപിക്കപ്പെട്ടത് തന്നെ ഇഖ്ലാസോടുകൂടെ. സംഘടന എന്ന് പറഞ്ഞാൽ പല താല്പര്യങ്ങൾ ഉണ്ടാകാം. സംഘടനാ രംഗത്തേക്ക് വരുമ്പോൾ സ്ഥാനമാനങ്ങൾ കൊതിക്കുന്ന ആളുകളുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ പല സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളില്ലേ, അത് മതരംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും മറ്റു പൊതു ഏത് വിഷയങ്ങളാണെങ്കിലും എന്താണ് ഒരു സംഘടനയിലേക്ക് വരാനുള്ള താല്പര്യം? സ്ഥാനമാനങ്ങൾ ലഭിക്കലായിരിക്കാം, പദവിയായിരിക്കാം, നാട്ടുകാരുടെ ഇടയിൽ അറിയപ്പെട്ട ഒരാളായി മാറാനായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക ലക്ഷ്യങ്ങളാവാം, രാഷ്ട്രീയ ലക്ഷ്യമാവാം, സ്വാധീനങ്ങളാവാം. ഇതൊന്നുമില്ലാതെ ഈ ഉമ്മത്തിന്റെ ഈമാനിന് കാവലിരിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടെ മാത്രമല്ലേ ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്? ഈ മഹാന്മാരായ മുൻഗാമികളുടെ ചരിത്രം അങ്ങനെയായിരുന്നില്ലേ? ആ വിശുദ്ധമായ പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും എത്ര എണ്ണം പറഞ്ഞാലും ഈ സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ അജണ്ട വിശുദ്ധമായ ആദർശ സംരക്ഷണമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന നേരായ വഴി സിറാത്തുൽ മുസ്തഖീം ഇവിടെ സംരക്ഷിക്കലാണ്. നിങ്ങൾ പഠിച്ചു നോക്ക്, സമസ്തയുടെ ഈ ഒരു നൂറ്റാണ്ടു കാലഘട്ടത്തിലെ മഹാസമ്മേളനങ്ങൾ, സമസ്തയുടെ പ്രാദേശികമായ സമ്മേളനങ്ങൾ, സമസ്തയുടെ കേന്ദ്ര മുശാവറയുടെ തീരുമാനങ്ങൾ, സമസ്തയുടെ പ്രമേയങ്ങൾ, ഇതിലെല്ലാം നമ്മൾ കാണുന്നത് എന്താണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന് എതിരായി വരുന്ന ബിദ്അത്തിനെ പൊളിച്ചു കാണിക്കലും അവരുടെ ക്രൂരമായ മുഖം, അവരുടെ വിഷലിപ്തമായ ആശയങ്ങൾ ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തലും, അതാണ് സമസ്തയുടെ ലക്ഷ്യം. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശിർക്ക് ലോകത്ത് ഇപ്പോഴും നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നമുക്കറിയാമല്ലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ശിർക്ക് നടക്കുന്ന ഒരു രാഷ്ട്രത്തിലാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത്, സമസ്ത ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഒരുപാട് കുഫ്രിയത്തിന്റെ പ്രസ്ഥാനങ്ങളും കുഫ്രിയത്തിന്റെ മതങ്ങളും കുഫ്രിയത്തിന്റെ ഇസങ്ങളും വിശ്വാസങ്ങളും ഉള്ള നാടാണ് നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഈ കേരളം. പലതരത്തിലുള്ള മതവിരുദ്ധമായ മതനിഷേധപരമായ ശിർക്കിന്റെയും കുഫ്രിയത്തിന്റെയും ആശയങ്ങളുള്ള പല ഇസങ്ങളും മതങ്ങളും സംഘടനകളും ഒക്കെയുള്ള ഇന്ത്യ രാജ്യത്ത് എന്തേ അതൊന്നും കാര്യമായി സമസ്തയുടെ അജണ്ടയായി മാറാതിരുന്നത്? ഇവിടെ എത്രയോ കാലം ക്രിസ്ത്യൻ മിഷണറികൾ മലബാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ദാരിദ്ര്യവും കഷ്ടപ്പാടുമുള്ള മലബാറിലെ മലപ്പുറം ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലൊക്കെ വാരിക്കോരി പണം കൊടുത്തും പണം എറിഞ്ഞും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയുമൊക്കെ ക്രിസ്ത്യൻ മിഷണറി മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ട് എന്തേ കാര്യമായി അവർക്ക് പുരോഗതി ഇല്ലാതെ പോയത്? ഈ ഉമ്മത്തിന്, മുസ്ലിം ഉമ്മത്തിന് കൃത്യമായ ഒരു തിരിച്ചറിവുണ്ട്. നസാറ പറയുന്നത് കുഫ്രിയത്താണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ നടക്കുന്ന ഒരുപാട് ശിർക്കിന്റെ വഴികൾ ഈ ഉമ്മത്തിനറിയാം. അതുകൊണ്ട് ആ മേഖലയിൽ ആദർശ സമ്മേളനങ്ങൾ കാര്യമായി നടത്തേണ്ടതില്ല, ആ മേഖലയിലെ സംവാദങ്ങളൊന്നും കാര്യമായി നടത്തേണ്ടതില്ല. അതൊക്കെ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഉമ്മത്തിനൊരു തിരിച്ചറിവ് സമസ്ത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കുഫ്രിയത്തിന്റെ വഴികൾ, അങ്ങോട്ട് പോകാൻ പാടില്ല. ഏതൊക്കെയാണ് ശിർക്കിന്റെ വഴികൾ, അങ്ങോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്ര പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നു. വലതുപക്ഷത്തോ ഇടതുപക്ഷത്തോ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവരുടെ മതവിരുദ്ധമായ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഇസം
എത്രയാണ് ഈ ഉമ്മത്തിന്റെ ഖൽബിലേക്ക് ഇറക്കിക്കൊണ്ടുപോകാൻ സാധിച്ചത്? ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ശൈഖുന ചെറുശ്ശേരി ഉസ്താദിന്റെ വളരെ പ്രശസ്തമായ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ മുസ്ലിം ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, മറ്റു പല രാഷ്ട്രീയ പാർട്ടിക്കാരെ സമസ്തയിലുണ്ട്. അതിൽ പറയുന്ന ഒരു വാക്കുണ്ട്, അതിൽ ദീനുള്ള ജാതി കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്ന്. ഏതാ ഈ ദീനുള്ള ജാതി കമ്മ്യൂണിസ്റ്റ്? അവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടാകും. അത് വലതുപക്ഷത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും ഇടതുപക്ഷത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ മുസ്ലിങ്ങൾ ദീനുള്ള ജാതിയാണ്. അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട്, അതേ 5 വഖത്ത് ജമാഅത്ത് നിസ്കരിക്കുന്നവരുണ്ട്, ഹജ്ജിനും ഉംറക്കും പോകുന്ന ദീനിയായി ജീവിക്കുന്ന ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ കാരണത്താൽ രാഷ്ട്രീയം അവർക്ക് ഏതെങ്കിലുമൊക്കെ വലതുപക്ഷത്തിലോ ഇടതുപക്ഷത്തിലോ സി എന്ന് തുടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ്, CPM-ഓ CPI-യോ CMP-യോ, അത് നമ്മുടെ രമയുടെ പാർട്ടിയോ എന്തോ ആവാം, അതിലൊക്കെ അവരുടെ ആളുകൾ ഉണ്ടാകും. പക്ഷേ അവരിലേക്കൊന്നും മതനിഷേധത്തിലും മതനിരാസത്തിലും അധിഷ്ഠിതമായ മതവിരുദ്ധമായ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ ഇറക്കിക്കൊണ്ടുവരാൻ 2 പക്ഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും സാധിച്ചിട്ടില്ല. ഏത് നാട്ടിൽ പോയാലും ഒറിജിനൽ ഒരു കമ്മ്യൂണിസ്റ്റിനെ കണ്ടെത്താൻ അത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം. അത് ഹിന്ദുക്കളിലാണെങ്കിലും മുസ്ലിങ്ങളിൽ മാത്രമല്ല, ഹിന്ദുക്കളിലാണെങ്കിലും ക്രിസ്ത്യാനികളിലാണെങ്കിലും വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ കമ്മ്യൂണിസം എന്ന് പറയുന്ന മതവിരുദ്ധമായ ആശയം അവർക്ക് കുത്തിച്ചെലുത്താൻ സാധിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, കമ്മ്യൂണിസത്തിനെതിരെ സമസ്ത പറഞ്ഞിട്ടില്ലേ? കമ്മ്യൂണിസത്തിനെതിരെ പ്രസംഗിച്ചിട്ടില്ലേ? മതവിരുദ്ധമായ കമ്മ്യൂണിസത്തിനെതിരെ ലേഖനങ്ങൾ എഴുതിയിട്ടില്ലേ? ഇപ്പോഴും പറയാറില്ലേ? ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തിൽ സുപ്രഭാതം പത്രത്തിലെ എഡിറ്റോറിയൽ പേജിലും എഡിറ്റോറിയൽ കോളത്തിലും കേരളത്തിലെ ചില ഉത്തരവാദിത്തപ്പെട്ട CPM-ന്റെ ആളുകൾ മതവിരുദ്ധമായ കാര്യം പറഞ്ഞപ്പോ സമസ്തയുടെ മുഖപത്രം അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അതിനെതിരെ ലേഖനം എഴുതിയിട്ടുണ്ട്. ജാഗ്രതയോടുകൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിന്റെ ഈമാനിനെ പോക്കറ്റടിക്കാൻ, ഈ ഉമ്മത്തിന്റെ ഖൽബിൽ നിന്ന് ഈമാനിനെ കട്ടുകൊണ്ടുപോകാൻ ഏതൊക്കെ ക്ഷുദ്രശക്തികൾ ശ്രമിച്ചാലും 24 മണിക്കൂറും ജാഗ്രതയോടുകൂടെ നോക്കിയിരുന്ന് അതിനെതിരെ കോട്ടകെട്ടി കാത്തിരിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പക്ഷേ ഇതിലൊരു അപകടമുണ്ട്. നേർക്ക് നേരെ വരുന്ന കുഫ്രിയത്തിനെ തിരിച്ചറിയാൻ ഈ ഉമ്മത്തിനറിയാം. നേർക്ക് നേരെ വരുന്ന ശിർക്കിനെ തിരിച്ചറിയാൻ ഈ ഉമ്മത്തിനറിയാം. പക്ഷേ പാത്തും പതുങ്ങിയും ഒളിച്ചു കടത്തലിലൂടെ വഞ്ചനകളിലൂടെ കടന്നു വരുന്ന ദീനീ വിരുദ്ധമായ അപകടങ്ങളെ തിരിച്ചറിയാൻ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ടാണ് ബിദ്അത്തിനെതിരായ ശക്തമായ പോരാട്ടം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ഒക്കെ അജണ്ടയായി മാറിയത്. സമസ്തയുടെ ഭരണഘടനയും അങ്ങനെ തന്നെയല്ലേ? സമസ്തയുടെ സമ്മേളനങ്ങൾ അങ്ങനെയല്ലേ? സമസ്തയുടെ അറിയപ്പെട്ട ഫറൂഖ് സമ്മേളനത്തിലെ 15 ചരിത്ര പ്രസിദ്ധമായ പ്രമേയങ്ങളുണ്ട്. 15 പ്രമേയങ്ങൾ ഫറൂഖ് സമ്മേളനം അതൊരു നിർണായകമായ വഴിത്തിരിവായിരുന്നു. ആ 15 പ്രമേയങ്ങളിൽ 13 പ്രമേയവും ബിദ്അത്തിനെതിരാണ്, ബിദ്അഈ സംഘടനകൾക്കെതിരാണ്, വഹാബിസത്തിനെതിരാണ്, സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാനാണ്. 15ാമത്തെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആ പ്രമേയം ആവേശത്തോടെ ആവർത്തിച്ച് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. ആ പ്രമേയം പാസാക്കുമ്പോ സദസ്സാകെ ഇളകി മറിഞ്ഞ് തക്ബീർ ചൊല്ലിയിട്ടാണ് ആ പ്രമേയം പാസാക്കിയതെന്ന് കാണാം. എന്തായിരുന്നു 15ാമത്തെ പ്രമേയം? 15ാമത്തെ പ്രമേയം പറയുന്നത്, യഥാർത്ഥ സുന്നികൾക്ക് മാത്രമേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലും സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അംഗത്വത്തിന് അർഹതയുള്ളൂ എന്ന പ്രമേയം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു എന്നാണ് ചരിത്രരേഖകളിൽ കാണുന്നത്. എന്താ ഇതിനർത്ഥം? യഥാർത്ഥത്തിലുള്ള സുന്നികൾ ഇന്നും സമസ്തക്കഥ പറയാനുള്ളത്. യഥാർത്ഥത്തിലുള്ള സുന്നി ആരാണ്? ആ സുന്നി എന്ന് പറഞ്ഞ് കബളിപ്പിക്കലല്ല. എന്റെ തലയെക്കെട്ട് കണ്ടില്ലേ, എന്റെ താടി കണ്ടില്ലേ, എന്റെ കുപ്പായം കണ്ടില്ലേ, എന്നിട്ടാണോ നിങ്ങൾ ഞാൻ സുന്നിയാണോ എന്ന് പത്രക്കാരോട് ചോദിച്ച് കബളിപ്പിച്ചാൽ യഥാർത്ഥ സുന്നിയാവോ? കലർപ്പില്ലാത്ത സുന്നി, യഥാർത്ഥ സുന്നി. അതിനാണ് സമസ്തയുടെ പ്രമേയത്തിൽ പറയുന്നത് ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകളിലൂടെ എന്നത്. ആദർശത്തിൽ ഒരൽപ്പം പോലും കലക്ക് വെള്ളം ചേർക്കാതെ, ആദർശത്തിൽ ഒരൽപ്പം പോലും അതില് കളങ്കമില്ലാതെ വിശുദ്ധിയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ ശക്തമായ പോരാട്ടം നടത്തിയ വഹാബി പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് കൊച്ചിയിൽ വിസ്ഡം വിഭാഗത്തിന്റെ, മുജാഹിദ് വിഭാഗത്തിന്റെ ഒരു ആദർശ സമ്മേളനം നടക്കുന്നുണ്ട്. അതിന്റെ ലൈവ് ഇങ്ങനെ കേട്ട് ശ്രദ്ധിച്ചു. പക്ഷേ അവർക്ക് ഒന്നും സുന്നികൾക്കെതിരെ പറയാനില്ല. കാരണം അവരുടെ ബേജാറ് മുജാഹിദ് വിഭാഗത്തിലെ വിസ്ഡം ഗ്രൂപ്പുകാര് ആദർശ സമ്മേളനം നടത്തുന്നത്, മുജാഹിദ് പ്രഭാഷണങ്ങൾ നടത്തുന്നത്, അവര് മുഖാമുഖങ്ങൾ നടത്തുന്നത്, വെല്ലുവിളികൾ നടത്തുന്നത് ആർക്കെതിരെയാണ്? KNM-നെതിരെ,
മർക്കസു ദഅവക്കെതിരെ, മറ്റു ഗ്രൂപ്പുകൾക്കെതിരെ. KNMകാർക്ക് എന്താ പറയാനുള്ളത്? ഈ ഗ്രൂപ്പിനെതിരെ, വെസ്റ്റേൺ ഗ്രൂപ്പുകാർക്കെതിരെ, മറ്റുള്ള ഗ്രൂപ്പുകാർക്കെതിരെ, മർക്കസു ദഅവക്കോ മറ്റുള്ള ഗ്രൂപ്പുകൾക്കെതിരെ അവരാകെ ബേജാറിലാണ്. എന്തേ കാരണം? തൗഹീദ് എന്താണ് എന്ന് ഇന്നേ വരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അതാണ് വിഷയം. ഒരു വിഭാഗം വെസ്റ്റേൺ ഗ്രൂപ്പുകാര് മർക്കസ് ദഅവക്കാരെ കുറിച്ചും KNMകാരെ കുറിച്ചും മറ്റു ഗ്രൂപ്പുകാരെ കുറിച്ചും പറയുന്നത് നിങ്ങളൊക്കെ ഖുർആൻ നിഷേധികളാണ്, നിങ്ങൾ ഹദീസ് നിഷേധികളാണ്. 3500-ലധികം സ്വഹീഹായ ഹദീസുകൾ, സുഹാഹുസ് സിത്തയിൽ വന്ന ഹദീസുകൾ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് എന്ന ആരോപണം നടത്തുന്നത് ആരാ? വെസ്റ്റേൺ ഗ്രൂപ്പുകാർ. ആർക്കെതിരെ? KNMനെതിരെ, മർക്കസ് ദഅവക്കെതിരെ, മറ്റു ഗ്രൂപ്പുകൾക്കെതിരെ. ഇവര് ഇങ്ങോട്ട് വെസ്റ്റേൺ ഗ്രൂപ്പുകാരോട് പറയുന്നത് എന്താ? നിങ്ങൾ മുശ്രിക്കുകളാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാ. കാരണം അവര് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഒരു ഹദീസ് കണ്ടെത്തി. ആ ഹദീസിനെ കുറിച്ച് അവര് തന്നെ സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 2022-ൽ ഈ ഒരു വിപ്ലവം, ഈ ഒരു പ്രളയം മുജാഹിദ് വിഭാഗങ്ങൾക്കിടയിൽ അത് കൊടുമ്പിരി കൊണ്ട് ഇന്നേ വരെ തീരുമാനമായിട്ടില്ല. ജിന്നുകളോട് സഹായം തേടാം, മലക്കുകളോട് സഹായം തേടാം, മറ്റുള്ള മനുഷ്യരല്ലാത്ത പടച്ചറപ്പിന്റെ പടപ്പുകളോട് സഹായം തേടാം എന്ന വാദം അത് ശിർക്കല്ല എന്ന വാദം, ആ വാദം സമർത്ഥിക്കാൻ വേണ്ടി വെല്ലുവിളികളും സംവാദങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വെസ്റ്റേൺ ഗ്രൂപ്പുകാര്. അപ്പൊ നിങ്ങൾ മുശ്രിക്കുകളാണ്, ഇക്കാരണത്താൽ സുന്നികളെ പോലെ നിങ്ങൾ മുശ്രിക്കുകളാണ് എന്ന് മറുവിഭാഗം. എന്താണ് തൗഹീദ് എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അനസ് മൗലവി മുജാഹിദ് വിഭാഗത്തിന്റെ ഒരു നേതാവ് നമുക്കറിയാം. അയാള് എടവണ്ണ ജാമിഅ നദവിയയില് ഗദ്ഗദത്തോടുകൂടെ പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷണമുണ്ട്. 2002 മുതൽ 2002 മുതൽ ഉള്ള 5 കൊല്ലം, 5 കൊല്ലക്കാലം, ആ 5 കൊല്ലക്കാലം ഞങ്ങൾ ജബ്ബാർ മൗലവി പഠിപ്പിച്ച തൗഹീദ് കേട്ടിട്ട് ഞങ്ങളൊക്കെ പഴിച്ചുപോയി 5 കൊല്ലം. എന്നിട്ട് അതൂബു ഇലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവോട് മാപ്പ് ചോദിക്കുന്നു. പിന്നെയും അയാള് തേങ്ങി പറയുന്നുണ്ട്, മാലോകരോട് മുഴുവനും മാപ്പ് ചോദിക്കുന്നു. 5 കൊല്ലം ജബ്ബാർ മൗലവി പഠിപ്പിച്ച തൗഹീദിൽ അകപ്പെട്ട് ഞങ്ങൾക്ക് പഴിച്ചുപോയി, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളിതാ തൗബ ചെയ്ത് മടങ്ങുന്നു. ഞാനൊന്ന് അനസ് മൗലവിയോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ 5 കൊല്ലത്തിനിടയിൽ നിങ്ങളുടെ കൂട്ടത്തിലെ മുജാഹിദ് മൗലവിമാരും മുജാഹിദ് പ്രവർത്തകരും KNMകാരും ISMകാരും പല ആളുകളും MSMകാരും മരിച്ചു പോയിട്ടില്ലേ? അവരുടെ വിധി എന്താണ്? അവര് തൗഹീദിലാണോ മരിച്ചത്, ശിർക്കിലാണോ മരിച്ചത്? കൂട്ടരെ, നിങ്ങൾ 8ആയി പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവനും അടിസ്ഥാനപരമായ കാരണം നിങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു എന്ന് പറയുന്ന കേരളത്തിലെ KM മൗലവിക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല, ഉമർ മൗലവിക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല, MCC മൗലവിക്കും വക്കം മൗലവിക്കും തൗഹീദ് തിരിഞ്ഞിട്ടില്ല. അതാ വിഷയം. അവരൊക്കെ പഠിച്ച തൗഹീദ് ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്ന്, റഷീദ് റിളയിൽ നിന്ന്, മുഹമ്മദ് അബ്ദുവിൽ നിന്ന്, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്ന്. ഇവരുടെ തൗഹീദ് പഴച്ചു പോയിട്ടുണ്ട്. അവിടെയാണ് വിഷയം. അവിടെയാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റിയത്. നിങ്ങൾ ഇമാമുകൾ പഠിപ്പിച്ച തൗഹീദിലേക്ക് മടങ്ങണം. ഇമാമുന ഷാഫിഈ തങ്ങൾക്കും ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്കും ഇമാം മാലിക് തങ്ങൾക്കും ഇമാം അബൂ ഹനീഫ തങ്ങൾക്കും ഇമാം അശ്അരി തങ്ങൾക്കും ഇമാം മാതുരിദി തങ്ങൾക്കും കഴിഞ്ഞു പോയ ഇമാമുകൾ, ഫിഖഹിന്റെ ഇമാമുകൾ, അഖീദയുടെ ഇമാമുകൾ, പൂർവസൂരികളായ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും, ഈ മഹാന്മാരായ ഇമാമുകൾ അവരെല്ലാം പഠിപ്പിച്ച ഒരേ ഒരു തൗഹീദ്, അവർ പഠിപ്പിച്ച തൗഹീദിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവർ പഠിപ്പിച്ച ശിർക്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല മുസ്ലിം ലോകത്ത്. അവർ പഠിപ്പിച്ച ഇബാദത്ത് എന്താണ്, അതിന്റെ ആ തഅരീഫിൽ, അതിന്റെ നിർവചനത്തിൽ അഭിപ്രായാന്തരം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി തൗഹീദിനെയും ശിർക്കിനെയും ഇബാദത്തിനെയൊക്കെ മാറ്റിമറിച്ചു. മക്കാ മുശ്രിക്കുകളിലേക്ക് ഇറക്കപ്പെട്ട ആയത്തുകളെ ലോകത്തെ സുന്നികളുടെ തലക്ക് കെട്ടിവെച്ചു. മക്കാ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാ ലോകത്തെ സുന്നികൾ. അതുകൊണ്ട് കേരളത്തിലെ സമസ്തക്കാർ, കേരളത്തിലെ സുന്നികൾ മക്കാ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? കാരണം നിങ്ങൾ ഖുർആനിലും ഹദീസിലും മഹാന്മാരായ ഉലമാവും പഠിപ്പിച്ച ശിർക്ക്, ആ ശിർക്കിന്റെ ആ റൂട്ട് നിങ്ങൾ തിരിച്ചു വെച്ചു, കോളാമ്പി നിങ്ങൾ തിരിച്ചു വെച്ചു. എങ്ങോട്ട്? യഥാർത്ഥ ശിർക്ക് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ വഹാബികളെ? ഞാൻ പറഞ്ഞില്ല, ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ ലോകത്ത് ശിർക്ക്, ഒറിജിനൽ ശിർക്കുകൾ നടക്കുന്ന നാടല്ലേ ഇന്ത്യ. ആ യഥാർത്ഥ ശിർക്കുകൾക്കെതിരെ ഒരു വിരലനക്കാൻ എന്താ നിങ്ങൾ കാണത്തമില്ലാത്തത്? മമ്പുറത്തേക്ക് പോകുന്നതാ നിങ്ങൾക്ക് ശിർക്ക്, മൗലിദ് ഓതുന്നതാ ശിർക്ക്, നബിദിനമാ നിങ്ങൾക്ക് ശിർക്ക്. ഇനി ഇതാ ബറാഅത്തിന്റെ നോമ്പ് വരുമ്പോ നിങ്ങൾക്ക് പറ്റൂല, റമദാനിലെ തറാവിയിൽ നിങ്ങൾക്ക് സംശയം, ബദരീങ്ങളെ ആണ്ട് നിങ്ങൾക്ക് പറ്റൂല. എന്താ നിങ്ങൾക്ക് പറ്റുന്നത്? കാലങ്ങളായി കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ചെയ്തു വരുന്ന അമലുകളെ മുഴുവനും മുശ്രിക്കാക്കാൻ, ശിർക്കാക്കാൻ നിങ്ങൾ ആ ആയത്തുകളെ മുഴുവനും ഇങ്ങോട്ട് തിരിച്ചു വെച്ചു, സുന്നികളുടെ തലക്ക് വെച്ചു. എന്തിനു വേണ്ടി? ലോകത്തെ ലക്ഷക്കണക്കിന് സുന്നികളെ കൊന്നൊടുക്കാൻ. ജസീറത്തുൽ അറബിൽ മാത്രം 4 ലക്ഷത്തിലധികം വരുന്ന സുന്നികളെ നിങ്ങൾ കൊന്നൊടുക്കിയില്ലേ വഹാബികൾ? തങ്ങന്മാരെ, ഔലിയാക്കളെ, ആരിഫീങ്ങളെ, മഹാന്മാരെ
എന്തിന്റെ പേരിൽ? ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാനപരമായ കാരണമുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് ഈ തൗഹീദ് കൊണ്ടുവന്നത് ആരാ? ഈ തൗഹീദ് കൊണ്ടുവന്നത് 1921 മലബാറിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മലബാർ വിപ്ലവം നടക്കുമ്പോ അതിൽ നിന്ന് ഒളിച്ചോടി തിരുവിതാംകൂറിലേക്ക് നാട് വിട്ടുപോയ ആളുകളാണ് നമുക്കറിയാം. അവർ അൽമനാർ വായിക്കാൻ തുടങ്ങി. ആരുടെ? റഷീദ് റിളയുടെ, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ആശയങ്ങൾ, മുഹമ്മദ് അബ്ദുവിന്റെ ആശയങ്ങൾ. ആരാണ് ജമാലുദ്ദീൻ അഫ്ഗാനി? മാസോണിസ്റ്റ് ആയിരുന്നില്ലേ? ബ്രിട്ടീഷ് ചാരനായിരുന്നില്ലേ? നിങ്ങൾക്ക് തെളിവ് വേണോ? ഞങ്ങളുടെ തെളിവ് പറയണ്ട. നിങ്ങൾ തമ്മിൽ തല്ലാൻ തുടങ്ങിയപ്പോ കേരളക്കരയിലെ വഹാബികൾക്കിടയിൽ ഒരു വിഭാഗം ജമാലുദ്ദീൻ അഫ്ഗാനിയെ, റഷീദ് റിളയെ, മുഹമ്മദ് അബ്ദുവിനെ എന്ന് പറഞ്ഞ് ഈജിപ്ഷ്യൻ സലഫിസത്തെ ഒഴിവാക്കി അവർ സൗദി സലഫിസത്തിലേക്ക്, ഗൾഫ് സലഫിസത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പോഴാ പിന്നെ അവർ തന്നെ പറയാൻ തുടങ്ങിയത്, ഞാൻ തെളിവുകൾ, നൂറുകണക്കിന് തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കി തരാം. ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവും റഷീദ് റിളയും ബ്രിട്ടീഷ് ചാരന്മാരായിരുന്നു എന്ന് നിങ്ങളുടെ രേഖകൾ, കേരളത്തിലെ രേഖകൾ, കേരളത്തിന് പുറത്തുള്ള രേഖകൾ, ആഗോള തലത്തിലുള്ള രേഖകൾ, ഗൾഫ് നാടുകളിൽ വന്ന രേഖകളൊക്കെ ധാരാളം പറയാനുണ്ട്. ആവശ്യം വേണ്ടി വന്നാൽ പറയും. ഞങ്ങളൊന്ന് പറയുന്നു, മുസ്ലിം ഉമ്മത്തിനെ ലോകാടിസ്ഥാനത്തിൽ ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി വന്ന പ്രസ്ഥാനങ്ങളാണ് വഹാബി പ്രസ്ഥാനങ്ങൾ, സലഫി പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ വന്ന ഈ വിദണ്ഡവാദങ്ങളെല്ലാം. മുസ്ലിം സമുദായത്തെ ഛിന്ന ഭിന്നമാക്കുക, മുസ്ലിം സമുദായത്തിലെ ഐക്യം തകർക്കുക. അത് മാത്രമല്ല, ഖാദിയാനികൾ, ഇപ്പോഴും ഖാദിയാനികളുടെ ആസ്ഥാനം എവിടെയാണ്? UK ആണ്, ലണ്ടനാണ്. ഏതെങ്കിലും അറബ് രാജ്യമല്ല ഖാദിയാനികളുടെ ആസ്ഥാനം. ഖാദിയാനിസം എന്ന ഇസം ബ്രിട്ടീഷ് സൃഷ്ടിയാണ്. ഖാദിയാനി എന്ന് പറയുന്ന അവരുടെ ആദ്യത്തെ നേതാവ് ജീവിച്ചിരിക്കുന്ന കാലം മുതൽ ഇന്ന് വരെ ബ്രിട്ടൻ ഗവൺമെന്റിൽ നിന്ന്, യൂറോപ്യൻ പാശ്ചാത്യൻ ശക്തികളിൽ നിന്ന് വാരിക്കോരി ഫണ്ട് ലഭിക്കുന്ന ഒരു സംഘടനയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. പക്ഷെ കേരളക്കരയിൽ വരുവാൻ കഴിഞ്ഞില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരത്തെ തന്നെ റാബിത്ത പോലും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ലോകത്തെ രാജ്യങ്ങൾ ഇത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറയുന്നതിന് മുമ്പ്, ദീർഘദൃഷ്ടിയുള്ള അള്ളാന്റെ വലിയായിരുന്ന ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞു, സമസ്തയോട് മുശാവറ തീരുമാനിച്ചു, ഖാദിയാനികൾ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താ. കേരളത്തിൽ ഒരു 50 പള്ളികൾ എണ്ണം തകർക്കാൻ പോലും ഇത്ര കാലം ഈ ഫണ്ടൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിച്ചിട്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് ഖാദിയാനികൾക്ക് കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല. തബ്ലീഗ് ജമാഅത്ത് ഇന്നൊരു പുതിയ പ്രവണത, തബ്ലീഗിനെ നോർമലൈസ് ചെയ്യുക. തബ്ലീഗുകാർ വലിയ കുഴപ്പമില്ലല്ലോ, തബ്ലീഗുകാർ നല്ല ആളുകളല്ല. അവരെ താടി തലയെ കെട്ടു, നീളം കുപ്പായോ, ഓല ഒരു പോക്കറ്റിൽ അറാക്കിന്റെ കൊള്ളി, മറ്റേ പോക്കറ്റിൽ അത്തറും കുപ്പി, എപ്പോഴും സുന്നത്ത്, നിസ്കാരം, ഖുർആനോത്ത്, പള്ളി, ഇത്തികാഫ്. ഒന്ന് നിങ്ങൾ പഠിക്കണം, തബ്ലീഗ് ജമാഅത്ത്, തബ്ലീഗ് ജമാഅത്തിന്റെ അപകടം. കേരളത്തിലെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്ന മൗലാന മുഷ്താഖ് അഹമ്മദ് നിസാമി, അദ്ദേഹം ഒരു ലഘുകൃതി എഴുതിയിട്ടുണ്ട്, ദേവ്ബന്ദ് കി ഖാന തലാശി. എന്താണ് ആ പുസ്തകത്തിൽ പറയുന്നത്? അദ്ദേഹത്തിന്റെ ഒരു പഠനമാണ്. അദ്ദേഹം കൃത്യമായി അന്വേഷണം നടത്തി, പഠനം നടത്തി. മൗലാന ഖാദി ഖുർഷിദ് അഹമ്മദ് ഉസ്മാനി അദ്ദേഹവുമായിട്ടുള്ള കത്തടപാടുകൾ, കാരണം ഇതിനൊക്കെ ഇടപെട്ടയാളായിരുന്നു. 28/85 ഈ ഖുർഷിദ് അഹമ്മദ് ഉസ്മാനി കൊടുത്ത കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഖാദിയാനികളും ദേവ്ബന്ദികളും എന്ന് പറഞ്ഞ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ 2 സവിശേഷ സമിതികളാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളെ വിഭാഗീയതയിൽ നിർത്തുകയാണ് അവരുടെ ജോലി. ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത് ആരാ? ഈ കൃത്യമായ രേഖകളാണ്. ദാനാബൂൺ എന്ന് പറയുന്ന നാട്ടിലെ മദ്രസ, അവരുടെ അറബിക് കോളേജ് തബ്ലീഗ് ജമാഅത്തിന്റെ, ഡെറാഡൂണിലെ മദ്രസ, ഈ മദ്രസക്കും അവിടുത്തെ മൗലവിമാർക്കും അതോടെ അവിടെ നേതാവായിരുന്ന അഷ്റഫ് അലി താനവി ഉൾപ്പെടെ മൗലാന മുനവ്വർ അലി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാ മാസവും ബ്രിട്ടീഷ് ഗവൺമെന്റ് വാരിക്കോരി ഫണ്ട് കൊടുത്തിരുന്നു എന്ന് പറയുന്നത് ഈ രേഖകളാണ്. എന്നിട്ട് ഇതിന് മറുപടിയായിട്ട് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് ഷെയ്ഖ് സക്കരിയ കാന്തലവി തബ്ലീഗ് ജമാഅത്തെ തബ്ലീഗ് पर इतराज़ात के जवाबात, തബ്ലീഗ് ജമാഅത്ത് വിമർശനങ്ങൾക്ക് ഒരു മറുപടി എന്ന് പറഞ്ഞ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. അതിന്റെ 80-83 പേജുകളിൽ മറുപടി പറയുന്നുണ്ട്. പക്ഷെ ആ മറുപടിയും വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ഇതൊക്കെ സത്യമായിരുന്നു എന്ന്. അങ്ങനെയുണ്ടല്ലോ, ഇത് കുമ്പളങ്ങ കട്ടവൻ അവനെ കുറിച്ച് പറയുന്ന കഥ പോലെ ഞങ്ങളല്ല, ഞാനല്ല, അല്ലെങ്കിൽ അച്ഛൻ പത്തായത്തിലില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ മറുപടി പറയുമ്പോൾ മനസ്സിലാകും എന്താ ഇതിന്റെ യാഥാർത്ഥ്യമെന്ന്. രേഖകൾ കൃത്യമായി ബോധ്യപ്പെടുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അതിശയോക്തിയും ഇല്ലാത്ത ആരോപണങ്ങൾ നടത്തുന്നത് തോന്നിപ്പോകും. കാരണം ബ്രിട്ടീഷുകാരന്റെ കുതന്ത്രം എന്താ? ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഇതിനാണ് ഈ സംഘടനകളൊക്കെ ഉണ്ടായത്. ജമാഅത്തെ ഇസ്ലാമി എന്തിനുണ്ടായതാ? ഈ ഉമ്മത്തിന്റെ പാരമ്പര്യം തകർക്കാനല്ലേ. അതിനവര് ഇത്രത്തോളം ദീനിന്റെ അടിത്തറ പൊളിച്ച ഒരു വിഭാഗം, ഹുക്കുമത്തെ ഇലാഹിയാണ് അവരുടെ ആശയം. ഒറ്റ ലക്ഷ്യ ജമാഅത്തുകാരനുള്ളൂ, എവിടെങ്കിലും ഒരു തുണ്ട് ഭൂമി കിട്ടിയാൽ അവിടെ അവരുടെ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കണം, ജമാഅത്തിന്റെ മതരാഷ്ട്രം. അതിന് ഇസ്ലാമിക രാഷ്ട്രം എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട, ഒരു മതരാഷ്ട്രം. അതിനാണ് ഹുക്കുമത്തെ ഇലാഹി കൊണ്ടുവന്നത്. എന്നിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ പലവട്ടം നിരോധിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ മാറ്റി ഇഖാമത്തുദ്ദീൻ ആക്കിയിട്ടുണ്ട്. ഇഖാമത്തുദ്ദീൻ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ജമാഅത്തുകാരാ
നീ പറഞ്ഞത്, നിന്റെ നേതാവ് മൗദൂദി പറഞ്ഞത്, മൗദൂദിയിൽ നിന്ന് പഠിച്ച കേരളത്തിലെ ശൂറക്കാർ ഇപ്പോഴും പറയുന്ന ദീൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എന്നല്ലേ? അപ്പൊ ഇഖാമത്തുദ്ദീൻ, ഇവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുക അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം? അതിനുവേണ്ട ഇബാദത്ത് എന്ന് പറഞ്ഞ അനുസരണ, അടിമവേല നിങ്ങൾ അർത്ഥം പറഞ്ഞില്ലേ? ഒരു താഗൂത്ത് ഗവൺമെന്റിന്, ജനാധിപത്യമാവട്ടെ മതേതരത്വമാവട്ടെ, ഒരു നാടുവാഴിയുടെ രാജ്യമാവട്ടെ രാജഭരണമാവട്ടെ, ഇസ്ലാമിക ഭരണമല്ലാത്തതൊക്കെ താഗൂത്ത് ആ ഭരണകൂടത്തിന് അനുസരിച്ചാൽ, അടിമവേല ചെയ്താൽ, കീഴ്പ്പെട്ടാൽ അത് തൗഹീദിന് വിരുദ്ധമായ ശിർക്കാണ്. അപ്പോൾ ജനാധിപത്യം ഹറാമാണ്, ശിർക്കാണ്, ജനാധിപത്യം തെറ്റാണ്, ബിദ്അത്താണ്, ഇവിടെ ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല, വോട്ട് ചെയ്യാൻ ഇതൊക്കെ നൂറുകണക്കിന് സാഹിത്യങ്ങളിൽ IPH ഇപ്പോഴും വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? ഒരു ചാനലുകാരൻ, ഒരു അമുസ്ലിമായ ഒരു പത്രപ്രവർത്തകന്റെ മുന്നിൽ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഞെളിഞ്ഞിരുന്ന് പറയാ ഞങ്ങൾക്കിപ്പോ മൗദൂദിസം ഒന്നുമില്ല എന്ന്. ഇത് നിങ്ങളുടെ ശൂറ കൂടി ഒരു പ്രമേയം പാസാക്കാൻ തയ്യാറുണ്ടോ? ഒരു പത്രക്കാരന്റെ മുന്നിൽ വന്നിട്ട് ജനങ്ങളെ പറ്റിച്ചത് കാര്യമല്ല. ആണത്തത്തോടുകൂടെ നിങ്ങൾക്കൊരു ശൂറയുണ്ടല്ലോ, ശൂറയുടെ യോഗം കൂടി ഒരു പ്രമേയം പാസാക്കി നിങ്ങളുടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ആണത്തമുണ്ടോ? മൗദൂദിസം വലിച്ചെറിഞ്ഞു എന്ന് എഴുതി വെക്കാൻ. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, നൂറുകണക്കിന് മൗദൂദിയുടെ പുസ്തകങ്ങൾ നിങ്ങളുടെ പള്ളികളിൽ നിന്ന്, നിങ്ങളുടെ ലൈബ്രറികളിൽ നിന്ന് വലിച്ചിട്ട് കത്തിച്ച് ചാമ്പലാക്കിയിട്ട് പറയണം ഞങ്ങൾ മൗദൂദിയെ വലിച്ചെറിഞ്ഞു എന്ന്. നിങ്ങൾ ഇപ്പോഴും വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു IPH-ൽ മൗദൂദിയുടെ ഈ അതികഠിനമായ മതവിരുദ്ധതയും, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ദേശവിരുദ്ധതയും തീവ്രവാദവും ഭീകരതയും ഒക്കെയുള്ള ആശയങ്ങൾ നിങ്ങൾ ഇപ്പോഴും വിറ്റഴിച്ച് പണമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ജനങ്ങളെ പറ്റിക്കാം. ഇത് ഇവർക്കൊക്കെ അറിയാം. മൗദൂദി ആയാലും വഹാബി ആയാലും അപകടമാണ്. ഞങ്ങളെ കുറിച്ച് മൗദൂദി എന്ന് പറയണ്ട, ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. ആര്? ജമാഅത്തെ ഇസ്ലാമിക്കാർ. വഹാബികൾ പറയാ, KNM-ന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ പറയാ, ക്ലാസ് കൊടുക്ക വഹാബികൾക്ക്. നമ്മൾ സ്വയം നമ്മൾ വഹാബിസത്തിന്റെ ആളുകളാന്ന് പറയരുത്. നമ്മൾ വഹാബികളല്ല, ഞങ്ങളെ വഹാബികൾ എന്ന് വിളിക്കല്ല, ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ്. ഇത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. നൂറ്റാണ്ടുകളായി സുന്നത്ത് ജമാഅത്തിന്റെ ആളാണെന്ന് പറയലാണ് അഭിമാനം. മൗദൂദി എന്ന് പറഞ്ഞ മാനക്കേടാണ്, വഹാബി എന്ന് പറഞ്ഞ വഷളത്തരമാണ്. കാരണം ലോകത്തെവിടെയും ഈ വഹാബികളും മൗദൂദികളും ഇഖ്വാനികളുമാണ് അപകടകരമായ തീവ്രവാദവും ഭീകരതയും പ്രചരിപ്പിക്കുന്നത്, ആളുകളെ നശിപ്പിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമിക്കാരാ, ഈ അമീറിനോട് പറയട്ടെ, നിങ്ങളുടെ സീനിയർ നേതാവാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഷെയ്ഖ് മുഹമ്മദ് എന്നാണ് ശരിക്കും പേര്, പിന്നെ മൂപ്പര് ഫാഷനാക്കി മാറ്റിയതാ. മാതാപിതാക്കളൊക്കെ ഇട്ടുകൊടുത്ത പേര് അങ്ങനെയായിരുന്നു, അതിനെ ആക്ഷേപിക്കല്ല. പഴയ കാലത്ത് അങ്ങനെ പേരൊക്കെ ഇടുവല്ലോ. മൂപ്പരൊന്നും ഒരു മനോഹരമായ പേരൊക്കെ മാറ്റി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ശരി അങ്ങനെ ഷെയ്ഖായതാണ്. ആ ഷെയ്ഖായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ആ കാരക്കുന്നിന് 2021 ഒരു പ്രസംഗമുണ്ട്. പള്ളി മഹല്ലുകൾ ആരുടെ? ജമാഅത്തെ ഇസ്ലാമിയുടെ. സകാത്ത് കമ്മിറ്റികൾ ആരുടെ? ജമാഅത്തെ ഇസ്ലാമിയുടെ. മറ്റുള്ള സബ് കമ്മിറ്റികൾ, ഇതൊക്കെ ഭാവിയിൽ ഒരു ഇസ്ലാമിക വ്യവസ്ഥ വരാനുള്ള അതിന്റെ മുന്നോടിയായിട്ടുള്ള പണിയാണ്. ഇതാണ് കേരളത്തിലെ എല്ലാ മുന്നണികളും ഈ ചതി തിരിച്ചറിയണം. ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ നേതാവാണ് പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളി മഹല്ലുകൾ ഇവിടെ ഒരു മതരാഷ്ട്രം കൊണ്ടുവരാനുള്ള മുന്നോടിയായിട്ടാണ് സ്ഥാപിച്ചത്. സകാത്ത് കമ്മിറ്റികൾ ഇവിടെ മതരാഷ്ട്രം കൊണ്ടുവരാനുള്ള മുന്നോടിയായിട്ടാണ് സ്ഥാപിച്ചത്. ഇവിടെ അവരുടെ എല്ലാ സബ് കമ്മിറ്റികളും അത് അവരുടെ ഉള്ളിലുള്ള ഒരു ചതിയുണ്ട്, ഇവിടെ മതരാഷ്ട്രം കൊണ്ടുവരണം. ഇത് പ്രസംഗിച്ച തെളിവ് പൊതു ചാനലുകൾ പോലും ഈ അടുത്ത കാലഘട്ടത്തിൽ പുറത്തുവിട്ടില്ലേ? 2021 അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇത് ചതിയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ഉള്ളിലിരിപ്പ് മുഴുവൻ എന്താ? ഇപ്പോൾ മതരാഷ്ട്രവാദ, തീവ്രവാദത്തിലേക്ക്. ഇതല്ലേ തീവ്രവാദം എന്ന് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി വാദിക്കാൻ അനുകൂലമായി വരുന്ന ആളുകൾ ചാനലുകാരുടെ മുന്നിൽ വന്നിട്ട് ഞെളിഞ്ഞിരുന്ന് പറയാ, ജമാഅത്തെ ഇസ്ലാമിക്കാർ ഏതെങ്കിലും കൊലപാതകം നടത്തിയിട്ടുണ്ടോ, ആക്രമണം നടത്തിയിട്ടുണ്ടോ? അവര് തീവ്രവാദികളല്ല എന്നതിന് തെളിവതാ. അതാണോ? ആക്രമണം നടന്നാൽ, കൊലപാതകം നടന്നാൽ തീവ്രവാദികളാവോ? എന്നാൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തീവ്രവാദികളെന്ന് പറയേണ്ടി വരും. കേരളത്തിലെ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആളുകളും രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപാതകങ്ങളും ആക്രമണങ്ങളും നടത്തിയിട്ടില്ലേ? ആക്രമിച്ചാലും കൊലപാതകം നടത്തിയാലും തീവ്രവാദികളാവുകയാണെങ്കിൽ അതാണോ തീവ്രവാദത്തിന്റെ മാനദണ്ഡം? തീവ്രവാദത്തിന്റെയും ഭീകരതയുടെയും മാനദണ്ഡം അവരുടെ താത്വികമായ അടിത്തറയുള്ള ആശയങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദമായതുകൊണ്ടാണ് ഇന്ത്യയിൽ പലവട്ടം നിരോധിക്കപ്പെട്ടത്, ലോക രാഷ്ട്രങ്ങളിൽ പലയിടത്തും നിരോധിക്കപ്പെട്ടത്, വഹാബിസം പല രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ടത്. കിതാബ് തൗഹീദ്, ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് ഇപ്പോഴും ബാൻ ചെയ്യപ്പെട്ട പല രാഷ്ട്രങ്ങളിൽ. എന്തിന്റെ പേരിലാ? അത് അതിന്റെ ആശയം അത് അപകടമായതുകൊണ്ടാണ്, തീവ്രവാദമായതുകൊണ്ടാണ്. തബ്ലീഗ് ജമാഅത്ത് സൗദി അറേബ്യയിൽ വരെ നിരോധിക്കപ്പെട്ട ഘട്ടങ്ങൾ ഉണ്ടായില്ലേ? എന്തിന്റെ പേരിൽ? ഭീകരതയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന തെളിവ് സൗദി ഗവൺമെന്റിന് കിട്ടിയതിന്റെ പേരിൽ. നമ്മൾ പറയുന്നതല്ല. എന്നിട്ട് ഇവരെ വെള്ളപൂശാൻ വേണ്ടി കടന്നു വരിക. ഞാനൊന്ന് പറയുന്നു, ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞത് അവരല്ലേ? അയാളപ്പ ബൈത്തുൽ സക്കാത്തിന്റെ ചെയർമാൻ.
ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ചാനലുകാരുടെ മുന്നിൽ വന്നിട്ട് പറയാണ് സമസ്തക്കാർക്ക് ക്ലാസ് എടുക്കാൻ വരെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പാണക്കാട്ട് തങ്ങന്മാരെ പൊതുസ്വത്തായി വിട്ടുതരണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ശൂറ മെമ്പർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ അപേക്ഷ. ജമാഅത്തുകാര ഷെയ്ഖ് മുഹമ്മദ് പാണക്കാട്ട് തങ്ങന്മാർ ഏത് വഴിക്കാവണമെന്ന് ക്ലാസ് എടുക്കാൻ, സമസ്തക്കാരോട് ക്ലാസ് എടുക്കാൻ, നിന്റെ ക്ലാസ് അത് എത്രയും ഇവിടെ മതിയാവുകയില്ല. നിങ്ങളുടെ ക്ലാസ് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്ത ഈ തെറ്റുകൾക്കൊക്കെ തൗബ ചെയ്ത് മടങ്ങണം. നിങ്ങൾക്ക് ഈ ഉമ്മത്തിന്റെ ഐക്യവും ഭദ്രതയും തകർക്കണമല്ലേ? അതിനിടയിലൂടെ സൂത്രത്തിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കണം. ഇത് പോക്കറ്റടിയാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ. ഇവർക്ക് ബൈത്തുൽ മാലുണ്ട്. എന്തിന്? ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സക്കാത്ത് വാങ്ങാൻ. ഇപ്പൊ പുതിയ ബൈത്തുൽ സക്കാത്ത്. അതെന്തിനാ? പൊതുജനങ്ങളുടെ മുതലാളിമാരുടെ സക്കാത്തിന്റെ ഫണ്ട് അടിച്ചു മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഈ ആദർശ സമ്മേളനത്തോടുകൂടെ നിങ്ങളുടെ ബൈത്തുൽ സക്കാത്തും നിങ്ങളുടെ ബൈത്തുൽ മാലും ഒക്കെ പൂട്ടിപ്പോകേണ്ടി വരും. ഇത് തന്ത്രത്തിന് വന്നതാണ്. പാണക്കാട്ട് തങ്ങന്മാരെയും പൊതുസമൂഹത്തെ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്ത്രവുമായി വന്ന ഈ തന്ത്രത്തിൽ കേരളത്തിലെ മുതലാളിമാരും സമ്പന്നനും പൊതുജനം വീണുപോകുന്നു നിങ്ങൾ വിചാരിച്ചോ? ഇവിടെ ഒരു കാര്യം ഞാൻ പറയാണ്, സംഘടിത സക്കാത്തിന് എതിരല്ല, അതല്ല പ്രധാനപ്പെട്ട വിഷയം. സംഘടിത സക്കാത്തിന്റെ ഇസ്ലാമികമായ മാനങ്ങൾ വേറെ ചർച്ച ചെയ്യണം. സംഘടിത സക്കാത്ത് ഇതിന്റെ ഒരു അറബി പദം നിങ്ങൾ പറ. ഏതെങ്കിലും ഫിഖഹിന്റെ കിതാബിൽ സംഘടിത സക്കാത്ത്, ജമാഅത്ത് നിസ്കാരത്തിന് സ്വലാത്തുൽ ജമാഅ എന്ന് പറയും, ജമാഅത്തായിട്ടുള്ള നിസ്കാരം എന്നതുപോലെ സംഘടിത സക്കാത്തിന് ഫിഖഹിന്റെ കിതാബുകളിൽ ഏതെങ്കിലും ഒരു പദപ്രയോഗമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി പറയണം, അതിന് അനുകൂലിക്കുന്ന വഹാബികൾ പറയണം. പിന്നെ നിങ്ങൾ പറയുന്ന സംഘടിത സക്കാത്തിന് എന്താ തെളിവ്? ഖുർആൻ തെളിവുണ്ടോ? ഹദീസ് തെളിവുണ്ടോ? ഏതെങ്കിലും ഫിഖ് തെളിവുണ്ടോ? നിങ്ങൾ പറയുന്നത് ഖുർആനിലെ അല്ലാഹുവിന്റെ കലാമിലെ സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തതാ. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ആർക്കാ സക്കാത്ത്? ഇന്നമ സദഖാതു ലിൽ ഫുഖറാ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബ് വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ. ഈ 8 വിഭാഗം ആളുകൾ. ഞാനൊന്ന് ആവർത്തിച്ചു പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടിത സക്കാത്തിന് എതിരാകുന്നതിനേക്കാൾ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന, പാവപ്പെട്ട 8 വിഭാഗങ്ങൾക്ക് കിട്ടേണ്ടത് കട്ടുകൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കൊള്ളക്കെതിരെയാണ് SKSS സമസ്തയും പറയുന്നത്. പൊതുവായ ഒരു സംഘടിത സക്കാത്ത് എന്ന നിലയിൽ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ വരുമാന മാർഗം സക്കാത്താണ്. അവന്റെ ഭരണഘടനയിലുണ്ട്. റുദാദ് ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ കേരളത്തിൽ IPH പുറത്തിറക്കിയ അവരുടെ പ്രവർത്തന റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ 3 പ്രധാനപ്പെട്ട വരുമാന മാർഗം: ഒന്ന് സക്കാത്ത്, മറ്റൊന്ന് പുസ്തക കച്ചവടം, മറ്റൊന്ന് സംഭാവന. ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ പ്രവർത്തനത്തിന് നിങ്ങൾ സക്കാത്ത് ഉപയോഗിക്കുന്നു. SIO-വിന്റെ പ്രവർത്തനത്തിന് നിങ്ങൾ സക്കാത്ത് പിരിച്ചെടുത്തിട്ടില്ലേ? സോളിഡാരിറ്റിയുടെ പ്രവർത്തനത്തിന് നിങ്ങൾ സക്കാത്ത് പിരിച്ചെടുത്തിട്ടില്ലേ? സോളിഡാരിറ്റി ഒരു ഇസ്ലാമിക സംഘടന അല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇസ്ലാമിക സംഘടന അല്ലാത്ത സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ സക്കാത്ത് പിരിച്ചിട്ടില്ലേ? ചെലവഴിച്ചിട്ടില്ലേ? മാധ്യമം പത്രത്തിന് നിങ്ങൾ സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടില്ലേ? നിങ്ങൾ മീഡിയ വണ്ണിന് സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടില്ലേ? സക്കാത്തിന്റെ അവകാശികളാണോ നിങ്ങൾ പറയണ? അല്ലാഹു പറഞ്ഞു ഇന്നമ സദഖാതു ലിൽ ഫുഖറാ. ഇതിൽ മീഡിയ വണ്ണ് പെടുമോ? വൽ മസാകീൻ മാധ്യമം പെടുമോ? വൽ ആമിലീൻ GIO പെടുമോ? അതേപോലെ വൽ മുഅല്ലഫതി ഖുലൂബുഹും ആ കൂട്ടത്തിൽ നിങ്ങളുടെ ഈ SIO പെടുമോ? നിങ്ങളുടെ ശൂറ പെടുമോ? വഫിർ റിഖാബ് വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ. ഇനി നേർക്ക് നേരെ ചോദിച്ചവരൊരു വഫീ സബീലില്ലാ, അതിലാ ഞങ്ങളൊക്കെ പെടുക. വഫീ സബീലില്ലാ മാധ്യമം, വഫീ സബീലില്ലാ മീഡിയ വണ്ണ്, വഫീ സബീലില്ലാ സോളിഡാരിറ്റി, വഫീ സബീൽ ജമാഅത്തിന്റെ ശൂറ. ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാനത്തിൽ ഏതെങ്കിലും ഒരു ഇമാമ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിഖ്ഹി പണ്ഡിതൻ ലോകത്ത് കഴിഞ്ഞു പോയ ആരെങ്കിലും വഫീ സബീലില്ലാ എന്ന വ്യാഖ്യാനത്തിൽ ഇസ്ലാമിക പ്രവർത്തനം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ? ആ ഫണ്ട് കൊണ്ട്. മദ്രസ ഉണ്ടാക്കാൻ പറ്റുമോ? ആ ഫണ്ട് കൊണ്ട്. ഒരു ഇസ്ലാമിക സമ്മേളനം നടത്താൻ പറ്റുമോ? ആ ഫണ്ട് കൊണ്ട്. എന്നിട്ടല്ലേ നിങ്ങളുടെ ഇസ്ലാമിക പ്രസ്ഥാനമല്ല എന്ന് പറയുന്ന സോളിഡാരിറ്റി, ഇസ്ലാമിക ദഅവത്തിനല്ല എന്ന് പറയുന്ന മീഡിയ വൺ ചാനലിന് ഇത് ചതിയാണ്. വഫീ സബീലില്ലാ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കീഴിലെ ഇസ്ലാമിക ഭരണം നടക്കുന്നിടത്ത് ഇസ്ലാമിന് വേണ്ടി അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾക്ക്, പട്ടാളക്കാർക്ക് അത് പല നിബന്ധനകൾ പറയുന്ന കൂട്ടത്തിൽ കാണാൻ. ശമ്പളം പറ്റാത്ത സൈനികർക്ക്, ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ശമ്പളം പറ്റാത്ത സൈനികർ അവർ സക്കാത്തിന്റെ അവകാശികളാണ്.
അതുകൊണ്ട് വഫീ സബീലില്ലാ അതിന് അള്ളാന്റെ കലാമിനെ ദുർവ്യാഖ്യാനം ചെയ്ത് പൊതുജനത്തിന്റെ സക്കാത്തിന്റെ ഫണ്ട് കട്ടുകൊണ്ടുപോകാൻ ജമാഅത്തുകാരൻ നിങ്ങളെ ഞങ്ങൾ സമ്മതിക്കൂല. പാണക്കാട്ട് തങ്ങന്മാർ സുന്നികളായി ഇവിടെ ഉണ്ടാകും. പാണക്കാട്ട് തങ്ങന്മാർ ഞങ്ങൾക്ക് മന്ത്രിച്ചു തരാനും മജ്‌ലിസുന്നൂർ നടത്താനും ഇജാസത്ത് നൽകാനും വെള്ളമൂതി തരാനും അൽ-ഫാത്തിഹ വിളിക്കാനും യാസീൻ ഓതി തരാനും ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോ ചികിത്സ നിർദ്ദേശിച്ചു തരാനും ഉറുക്ക് തരാനും അതേപോലെ തകിട് എഴുതി തരാനും ഒക്കെ ആ മഹാന്മാരായ തങ്ങന്മാർ ഉണ്ടാകും. പാണക്കാട്ട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ ഉറുക്ക് അറയിൽ വെച്ചുകൊണ്ടാണ് ഈ മലബാറിലെ മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിന് പോയത്. അതാ PMS എപ്പുകോയ തങ്ങൾ തുടർന്നത്. ഒരുപാട് കറാമത്തുകളും ആത്മീയ ചികിത്സകളുടെ ചരിത്രങ്ങളുണ്ട്. ഇതിൽ നിന്നൊക്കെ പാണക്കാട്ട് തങ്ങന്മാരെ പൊതുസ്വത്താണ് എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ നിങ്ങളുടെ ഗൂഢാലോചനകൾക്ക് അത്രത്തോളം നിങ്ങളുടെ തലച്ചോറ് വളർന്നിട്ടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരന് പറയാനുള്ളൂ. ഇത് ഇവിടെ സുന്നി സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. തങ്ങന്മാരും ഉലമാക്കളും മഹാന്മാരും ഒക്കെ ഒന്നിച്ച് മുന്നോട്ട് പോകും. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുന്നത് സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങളാണ്. സമസ്തയുടെ നേതാക്കളായി ഓരോ മഹാന്മാര് കടന്നു വരുന്നത് അത് വെറുതെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊരു മെമ്പർഷിപ്പ് നടത്തി സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച് നടത്തുന്ന ഒരു സംഘടനാ രീതിയല്ല. നമ്മളൊക്കെ സമസ്തക്കാരാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സമസ്തയുടെ മെമ്പർഷിപ്പ് ഉണ്ടോ? 100 രൂപയുടെ 50 രൂപയുടെ മെമ്പർഷിപ്പിന്റെ കുറ്റി പേരെഴുതി മുറിച്ചു തന്നിട്ടുണ്ടോ? സമസ്തയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്താറുണ്ടോ? പക്ഷെ നമ്മളൊക്കെ പറയും ഞങ്ങൾ സമസ്തക്കാരാ. എങ്ങനെയാ നമ്മൾ സമസ്തക്കാരാകുന്നത്? സമസ്ത കേന്ദ്ര മുശാവറ ഒരു തീരുമാനമെടുത്താൽ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നവർ അവരാണ് സമസ്തക്കാർ. അല്ലാതെ സമസ്തക്കാർ തീരുമാനത്തിന് എന്തോ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പറയുന്നവരല്ല. ഞാനും സമസ്തയാണ്. പക്ഷെ സമസ്തയുടെ കഴിഞ്ഞ യോഗം ഡിസംബർ 11 ചേർന്ന മുശാവറക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. മുമ്പ് ഏപ്രിൽ 1 ചേർന്ന മുശാവറക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നവനല്ല യഥാർത്ഥ സമസ്തക്കാർ. സമസ്തക്കാർ എന്ന് പറഞ്ഞ സമസ്തയെ അംഗീകരിക്കുന്ന, സമസ്തയുടെ നേതാക്കളെ അംഗീകരിക്കുന്ന, സമസ്തയുടെ പ്രസിഡന്റിനെ അംഗീകരിക്കുന്ന, സമസ്തയുടെ സെക്രട്ടറിയെ അംഗീകരിക്കുന്ന, മുശാവറ അംഗങ്ങളെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്നവരാണ് സമസ്തക്കാർ. അവരെ കുത്തുന്നവരല്ല, അവരെ തോണ്ടുന്നവരല്ല, ഈ വിശുദ്ധമായ വാഹനത്തെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നവരുമല്ല യഥാർത്ഥ സമസ്തക്കാര്. ചില ആളുകൾ ഡ്രൈവറെ മാറ്റാൻ വരുന്നവര്, ചില ആളുകൾ ദിശ മാറ്റാൻ വരുന്നവര്. 1926 ബഹുമാനപ്പെട്ട വരക്കല തങ്ങളുപ്പാപ്പ ദിശ നിർണയിച്ചിട്ടുണ്ട്. ആ ദിശയിലൂടെ ഈ പ്രസ്ഥാനം, ഈ പ്രയാണം, ഈ വാഹനം പോകും. അതിന്റെ ഡ്രൈവർമാർ ഇന്ന് അത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങളാണ്. ആരാണ് ആ മുത്തുക്കോയ തങ്ങൾ? തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളുടെ 5ാമത്തെ പേരക്കുട്ടി. നമ്മളൊന്നറിയണം, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സത്യത്തിൽ സമസ്തയുടെ പ്രസിഡന്റ് ആവാൻ യോഗ്യൻ മഹാനായിരുന്നു. പക്ഷേ വരക്കല തങ്ങളുപ്പാപ്പ സയ്യിദാണ്, തങ്ങളാണ്, തങ്ങളെ ബഹുമാനിച്ചു. ആലിമാണ്, ആത്മീയ നേതാവാണ്, വലിയാണ്. ഞാൻ അതിന് യോഗ്യനായിട്ട് കൂടി തങ്ങളുപ്പാപ്പ പ്രസിഡന്റ് ആവണമെന്ന് അവിടെ ചെന്ന് യാചിച്ച് ആവശ്യപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ത്വരീഖത്തിന്റെ ശൈഖായിരുന്നു, മഹാനായ വലിയായിരുന്നു. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ 2 മൗലിദുകൾ രചിച്ചിട്ടുണ്ട്. ഒന്ന് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ, സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളുടെ മൗലിദ. എന്താ കാരണം? പാങ്ങുകാരന് രോഗം വന്ന് ശരീരം കുഴഞ്ഞു പോയ ഒരു അവസ്ഥ ഉണ്ടായി. നേർച്ചയാക്കി, പടച്ചവനെ എന്റെ രോഗം മാറ്റി തരണം, ഞാൻ ഹുസൈൻ ജിഫ്രി തങ്ങളുടെ മൗലിദ് രചിക്കാം. അങ്ങനെയാണ് ആ മൗലിദ് രചിച്ചത്. പിന്നെ മറ്റൊരു മൗലിദ് രചിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈലി തങ്ങളുടെ ഉപ്പാപ്പയായ സയ്യിദ് ഖുത്ബ് ജമലുല്ലൈലി തങ്ങളുടെ മൗലിദ. അതിന് കാരണം ബഹുമാനപ്പെട്ട പാങ്ങുകാരന്റെ സഹോദരൻ, അനുജൻ, അദ്ദേഹത്തിന് ഒരു പ്രയാസം വന്നപ്പോ നേർച്ചയാക്കിയതാ. പാങ്ങുകാരൻ മൗലിദ് രചിച്ച മഹാനായ പിതാമഹന്റെ പേരക്കുട്ടി, ആ പേരക്കുട്ടിയാണ് സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ. വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്ത മുത്തഅല്ലിമായിരുന്ന കാലഘട്ടത്തിൽ അതാണ് അന്നത്തെ തങ്ങളുട്ടിയാണ് ഇന്നത്തെ സയ്യിദുൽ ഉലമ. ബഹുമാനപ്പെട്ട മഹാനായ റഈസുൽ മുഹഖഖീൻ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട്, സയ്യിദുൽ ഉലമയുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ബാറക്കല്ലാഹു ഫീ ഇൽമിക എന്ന് ദുആ ചെയ്തു. അതാണ് സയ്യിദുൽ ഉലമ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ ഒരു ദിവസം എത്ര ദുആകളിൽ, ഓരോ ദുആകളിലും ശൈഖി വ മുറബ്ബി, എന്റെ ശൈഖാണ്, എന്റെ മുറബ്ബിയാണ്, കേവലം ഒരു ശിഷ്യനല്ല, അതിനപ്പുറത്ത് ആത്മീയ അസ്റാറുകൾ ഇന്നും കൈമാറിക്കൊണ്ടിരിക്കുന്ന ശൈഖുനാ ശംസുൽ ഉലമയുടെ ഗുരുത്വവും പൊരുത്തവും അവരിൽ ലൈസൻസ് കൊടുത്ത ഡ്രൈവറാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. ആ സയ്യിദുൽ ഉലമ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും കട്ട റോട്ടിലൂടെ കൊണ്ടുപോകാമെന്ന് വ്യാമോഹിച്ച് ആരും നടക്കേണ്ടതില്ല. ഇത് നല്ല പാകപ്പെടുത്തിയ മഹാനായ വരക്കല തങ്ങളും ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും പാകപ്പെടുത്തിയ മനോഹരമായ ഈ റോട്ടിലൂടെ അത് ലക്ഷ്യത്തിലേക്ക് പോകും. പിന്നെ എന്തെങ്കിലും അതിന്റെ മുന്നിൽ ആരെങ്കിലും തടസ്സം സൃഷ്ടിക്കാൻ വന്നാൽ SKSSFന്റെ ചുണക്കുട്ടികൾ ആ മാർഗ തടസ്സത്തെ നീക്കം ചെയ്യാൻ നെഞ്ചുറപ്പോടുകൂടെ മുന്നിലുണ്ടാകും.
ആ ദൗത്യമാണ് ഈ 3 മാസക്കാലമായി ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഈ 100 കൊല്ലമായി ഇവിടെ വളർന്ന് വികസിച്ച പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ സമസ്ത ഒരുപാട് വളർന്നു. 1946 മദ്രസകൾ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മറ്റ് അതർ സ്റ്റേറ്റുകളിലും നമ്മുടെ പ്രിയപ്പെട്ട ഹുദവി പണ്ഡിതന്മാർ ദാറുൽ ഹുദ നമ്മുടെ അഭിമാന സ്ഥാപനമാണ്. മമ്പുറത്തെ തങ്ങളുപ്പാപ്പയുടെ തണലിലും ബഹുമാനപ്പെട്ട ഡോക്ടർ യു വാപ്പുട്ടി ഹാജി അല്ലാഹു ദറജ ഉയർത്തട്ടെ, ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അവരൊക്കെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. വാപ്പുട്ടി ഹാജിക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട എം ബഷീർ ഉസ്താദിന്, ബഹുമാനപ്പെട്ട CH ഉസ്താദിന് അവരുടെ ആഗ്രഹം പോലെ തന്നെ ഈ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോകണം. ഒരു കലർപ്പുണ്ടാവാൻ പാടില്ല. അതല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. 100% സുന്നികളായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ സുന്നത്ത് ജമാഅത്തിന്റെ ദഅവത്ത് ലോകത്തെവിടെയും പോയി നടത്താൻ, അത് മറ്റ് സ്റ്റേറ്റുകളിൽ പോയി നടത്താൻ അൽഹംദുലില്ലാഹ് നമ്മുടെ ഹുദവി മക്കൾ അതിനുവേണ്ടി മുന്നോട്ട് വരുന്നു. സമസ്ത അംഗീകരിച്ച 611 മദ്രസകൾ ജാർഖണ്ഡിലും യുപിയിലും ബംഗാളിലും ആസാമിലും അതർ സ്റ്റേറ്റുകളിലായി നടന്നു വരുന്നു. ഈ സമസ്തയുടെ ഈ വളർച്ച, സമസ്തയുടെ ഉയർച്ച, SKSSFന്റെ വളർച്ച, സുപ്രഭാതത്തിന്റെ പ്രയാണം, ഇതൊക്കെ പല ആളുകൾക്കും കണ്ണിൽ കടിയും, പല ആളുകൾക്കും കല്ലുകടിയും, പല ആളുകൾക്കും വിമ്മിഷ്ടവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഒരു പ്രസ്ഥാനം വളരുമ്പോ, അത് ലോകോത്തര തലത്തിൽ വളരുമ്പോ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ മക്കൾ പോയി സമസ്തയുടെ ദഅവത്തും സമസ്തയുടെ പ്രവർത്തനങ്ങളും നടത്തുമ്പോ ഈ വളർച്ചയിൽ അസൂയ ഉണ്ടാകും. പല ആളുകൾക്കാണ്, സമസ്തയുടെ ശത്രുക്കൾക്കാണ്. വഹാബികൾക്കുണ്ടാകും, ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടാകും, തബ്ലീഗുകാർക്കുണ്ടാകും, കള്ളത്തരീഖത്തുകാർക്കുണ്ടാകും, സമസ്ത മാറ്റി നിർത്തിയ പല ആളുകൾക്കുണ്ടാകും. എല്ലാവരും ഒത്തൊരുമിച്ച് ഈ വിഷയത്തിൽ സമസ്തയെ തകർക്കാനും ചെറുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യം, അള്ളാന്റെ ഔലിയാക്കളാൽ ഊട്ടി വാർത്തെടുക്കപ്പെട്ട ഈ മഹത്തായ പ്രസ്ഥാനം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം നിർണായകമായ ഒരു ദിവസമാണ്. സമസ്തയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഇന്നത്തെ ദിവസം. അതാരും മറക്കണ്ട. 2025 ഫെബ്രുവരി 6 തീയതി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ദിവസമാണ്. പല സന്ദേശങ്ങൾ ഈ ഉമ്മത്തിന് സമസ്ത നൽകിയ ഒരു സന്ദേശമാണ്. സമസ്തയുടെ പ്രമേയം പ്രഖ്യാപിക്കപ്പെട്ടു, 10,001 അംഗ സ്വാഗത സംഘം പ്രഖ്യാപിക്കപ്പെട്ടു, സമ്മേളനത്തിന്റെ നഗരി പ്രഖ്യാപിക്കപ്പെട്ടു. ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം ഈ പ്രസ്ഥാനത്തിന്റെ അജയ്യത. ഇതിനെ തകർക്കാൻ വേണ്ടി ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്നവർക്ക്, സമസ്ത വളരാൻ പോകുന്നു, നോമ്പ് നോൽക്കുന്നവർക്ക്, സമസ്തയിൽ വിള്ളൽ പൊട്ടിത്തെറി എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെയൊക്കെ വായ മൂടിക്കെട്ടിയിട്ട് ഞങ്ങൾ ഇതാ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആദർശ വിശുദ്ധിയുടെ ഈ നൂറ്റാണ്ടുകളുടെ കഥകൾ നിങ്ങളുടെ കാതടിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങൾ അസ്വസ്ഥരാക്കിക്കൊണ്ട് സമസ്തക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് വിശ്രമമില്ലാത്ത നാളുകളാണ്. ഈ ഫെബ്രുവരിയോടുകൂടി അവസാനിക്കുകയല്ല. ഈ ആദർശ പോരാട്ടം അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒറ്റക്കെട്ടായി സമസ്തയുടെ കൂടെ ഉണ്ടാകും സമസ്തക്കാരൊക്കെ. സമസ്തയെ സ്നേഹിക്കുന്നവർ, അത് പാണക്കാട്ടെ തങ്ങന്മാരുണ്ടാകും, കോഴിക്കോട്ടെ ഖാദിമാരുണ്ടാകും, എല്ലാ കബീലകളിലെ തങ്ങന്മാരുണ്ടാകും, ഇവിടുത്തെ മുദർരിസുമാരും ഇവിടുത്തെ ഖത്തീബുമാരും ഖാദിമാരും മുഅല്ലിമീങ്ങളും സംഘടനാ പ്രവർത്തകരും സമസ്തയോടൊപ്പം ഉണ്ടാകും. ഇവിടുത്തെ ഉമറാക്കളും ഉണ്ടാകും, മദ്രസ ഭാരവാഹികളും ഉണ്ടാകും. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. 10,000-ലധികം വരുന്ന മദ്രസകൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ്. അത് ദീൻ നിലനിർത്താനാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരെ എതിർക്കാനല്ല മദ്രസകൾ ഉണ്ടാക്കിയത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരെ അനുകൂലിക്കാനുമല്ല മദ്രസകൾ ഉണ്ടാക്കിയത്. അങ്ങനെയൊക്കെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റുകളൊക്കെ തിരുത്തണം. സമസ്ത ഉണ്ടായതും ഇവിടെ മഹല്ലുകൾ ഉണ്ടായതും മദ്രസകൾ ഉണ്ടായതും അതിന് ഉമറാക്കൾ ഉണ്ടായതും ഉലമാക്കൾ ഉണ്ടായതും ദീൻ ഇവിടെ നിലനിർത്താനാണ്. ഇത് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകുന്നതിന് മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1925-26 കാലഘട്ടങ്ങളിൽ ഉണ്ടായതാ. മുത്തുനബിയുടെ സ്വഹാബത്ത് കൊണ്ടുവന്ന ആദർശ പൈതൃകം, കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകളിലൂടെ പകർന്നു കിട്ടിയ പാരമ്പര്യം ഇവിടെ നിലനിർത്താൻ. അതുകൊണ്ട് ഈ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ദിശ 1941 ദിശ മാറിയിട്ടില്ല, 1948 ദിശ മാറിയിട്ടില്ല, 1974 ദിശ മാറിയിട്ടില്ല, 1989 ദിശ മാറിയിട്ടില്ല, 2025 ദിശ മാറിയിട്ടില്ല. ഒരേ ദിശയിൽ ഈ പ്രസ്ഥാനത്തിന് കാവലാളുകളായി കോട്ടകെട്ടി സംരക്ഷിക്കാൻ സമസ്തക്കാരുണ്ടാകും, SKSSFകാരുണ്ടാകും. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത്, നമ്മുടെ അഭിമാനമായ ഉസ്താദ് സ്വലാഹുദ്ദീൻ ഫൈലി വെന്നിയൂർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. അൽഹംദുലില്ലാ, വളരെ ശ്രദ്ധേയമായ ഈ തിരൂരങ്ങാടി മേഖലാ സമ്മേളനം ചരിത്ര സംഭവമാക്കി ബഹുമാനപ്പെട്ട ഉസ്താദ് ഹമീദ് ഫൈലി ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ നേരത്തെ ഇരുന്നപ്പോൾ പറഞ്ഞു, ധാരാളം ആളുകളുണ്ടല്ലോ. വളരെ മനോഹരമായ സമ്മേളനം. സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്ന ഒരു മഹാസമ്മേളനമായി തിരൂരങ്ങാടി മേഖല SKSF നടത്തിയ ഈ സമ്മേളനം മാറി. ചെമ്മാട്ടെ
ചെമ്മാട്ടെ ചരിത്ര പ്രസിദ്ധമായ ഈ വേദിയിൽ സംഘാടകർ ഒരുക്കിയ ഈ സൗകര്യങ്ങൾ തികയാത്ത വിധം ധാരാളം ആളുകൾ ഈ സന്ദേശം കേൾക്കാൻ വേണ്ടി കടന്നു വന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംഘാടകർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.